നമസ്കാരം. നിത്യജ്യോതിഷം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മുഹൂർത്ത വിഷയങ്ങളും പഞ്ചാംഗ വിഷയങ്ങളും പരിശോധിക്കാം. ഇന്ന് 2025 ജൂൺ 9 തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ കലിദിന സംഖ്യ 18,72,370. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, ഇടവമാസം 26, ശകവർഷം 1947, ജ്യേഷ്ഠമാസം 19-ാം തീയതി, തമിഴ് മാസം വൈകാശി 26. ഇന്നത്തെ നക്ഷത്രം വിശാഖമാണ്. ഇന്നത്തെ തിഥി ശുക്ലപക്ഷ ത്രയോദശി. ഇന്നത്തെ കരണം കഴുതക്കരണം. ഇന്നത്തെ നിത്യയോഗം ശിവ എന്നു പേരുള്ള നിത്യയോഗമാണ്. ഇന്നലെ വരെ രോഹിണി ഞാറ്റുവരെയായിരുന്നു. അത് മാറി ഇന്ന് തൊട്ട് മകയിരം ഞാറ്റുവരെയായിരിക്കും. അടുത്ത ഏകദേശം 13 ദിവസത്തോളം മകയിരം ഞാറ്റുവരെയായിരിക്കും. ഉത്തരായന കാലമാണ്, ഗ്രീഷ്മ ഋതു. ഇന്നത്തെ സൂര്യോദയം നോക്കാം. തിരുവനന്തപുരം നഗരത്തിലെ സൂര്യോദയം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റിനാണ്. ഇന്നത്തെ അസ്തമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 36 മിനിറ്റിനാണ്. ഇന്ന് തിങ്കളാഴ്ച ആയതിനാൽ സൂര്യോദയ സമയത്തെ കാലഹോരാധിപൻ ചന്ദ്രനായിരിക്കും. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം കാലഹോരയുടെ അധിപന്മാർ മാറി മാറി ഓരോ മണിക്കൂർ ഇടവിട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ രാഹുകാലം പരിശോധിക്കാം. രാഹുകാലം രാവിലെ 7:40 മുതൽ 9:14 വരെയാണ്. സൂക്ഷ്മപ്പെടുത്തിയ രാഹുകാലമാണിത്. ഇന്നത്തെ ഗുളികകാലം ഉച്ചയ്ക്ക് 1:55 മുതൽ 3:28 വരെയാണ്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം നോക്കാം. അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 11:57 മുതൽ 12:19 വരെയും വീണ്ടും 12:23 മുതൽ 12:45 വരെയുമാണ്. 12:19 12:23 ഇടയ്ക്കുള്ള സമയം മധ്യാഹ്ന വർജ്യമാണ്. ആ സമയം ഒഴിവാക്കി ബാക്കിയുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണ്. ഇന്നത്തെ ചന്ദ്രാഷ്ടമം നോക്കാം. ഇന്ന് മീനക്കൂറുകാർക്കാണ് ചന്ദ്രാഷ്ടമം വരുന്നത്. മീനക്കൂറിൽ ജനിച്ചിട്ടുള്ള പൂരുരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴികയിലും ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രത്തിൽ, ഈ 2 നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. ശുഭകാര്യങ്ങൾ വർജിക്കുക. ഇന്ന് സൂര്യോദയ സമയത്തെ ഗ്രഹനില പരിശോധിക്കാം. സൂര്യോദയ സമയത്ത് മേടത്തിൽ ശുക്രൻ, ഇടവത്തിൽ സൂര്യൻ, മിഥുനത്തിൽ ബുധനും വ്യാഴവും, ചിങ്ങത്തിൽ കുജനും കേതുവും, തുലാത്തിൽ ചന്ദ്രനും ഗുളികനും, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇതാണ് ഇന്നത്തെ ഗ്രഹനില. നമ്മൾ രാശികളെപ്പറ്റി ചെറിയ ചെറിയ കാര്യങ്ങൾ നേരത്തെയുള്ള ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വേറൊരു കാര്യം പറയാം. ഉദയലഗ്നത്തിൻ്റെ അല്ലെങ്കിൽ ജന്മലഗ്നത്തിൻ്റെ 4, 7, 10 ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന രാശികളെ കേന്ദ്ര രാശികൾ എന്നാണ് പറയുന്നത്. നമ്മൾ ദശാഫലങ്ങൾ പറയുമ്പോഴത്തേക്കും കണ്ടകസ്ഥാനം പറയാറുണ്ട്. ഈ കേന്ദ്രസ്ഥാനത്തിൽ വരുന്ന രാശികളെയാണ് കണ്ടകന്മാരെന്ന് പറയുന്നത്. അതിനുശേഷം തൊട്ടടുത്ത പ്രദക്ഷിണമായിട്ട് വരുന്ന അടുത്ത 4 രാശികൾ, അതായത് 2ാമത്തെ രാശിയും 5ാമത്തെ ഭാവവും 8ാമത്തെ ഭാവവും 11ാമത്തെ ഭാവവും, ഈ 4 രാശികൾ പടപര രാശികൾ എന്നാണ് പറയുന്നത്. അടുത്ത സെറ്റ്, അതായത് 3, 6, 9, 12 ഈ 4 രാശികൾ അപോക്ലീപ രാശികൾ എന്ന് പറയും. ഇങ്ങനെയാണ് 12 രാശികൾ 3 സെറ്റായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ 3, 6, 10, 11 ഈ ഭാവങ്ങളെ ഉപജയരാശികളെന്ന് പറയാറുണ്ട്.
ഈ 4 രാശികൾ ഉപജയ രാശികൾ എന്ന് പറയും. അതല്ലാതെ 5ാമത്തെ രാശിയും 9ാമത്തെ രാശിയും ത്രികോണ രാശികളെന്ന് പറയാറുണ്ട്. പ്രധാനമായും ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളിൽ ജാതക വിശകലനത്തിലെല്ലാം കേന്ദ്ര രാശികളെ പറ്റിയും ത്രികോണ രാശികളെ പറ്റിയും വളരെ കോമൺ ആയിട്ട് പരാമർശിക്കാറുണ്ട്. അതുകൊണ്ടാണ് അറിവിലേക്ക് വേണ്ടി ഈ കാര്യങ്ങളിവിടെ പറഞ്ഞത്. ഇന്നത്തെ നിത്യജ്യോതിഷം ഇവിടെ തീരുകയാണ്. എല്ലാ ദിവസവും രാവിലെ തുടരുന്നതായിരിക്കും. ജ്യോതിഷ വിശ്വാസികളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.